ചിക്കുവാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർസ്കോച്ച് കേക്കാണ്. അമ്മ ഓൾറെഡി ഒരു ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു കേക്ക് ഉണ്ടാക്കണമെന്നും പിന്നെ 1/2 കിലോ വരുന്ന ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു 1/2 കിലോ വരുന്ന ബട്ടർസ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ആദ്യം കേക്കിന്റെ ബേസ് ഉണ്ടാക്കട്ടെ. അപ്പൊ കേക്കിന്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 ഇഞ്ചിന്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഒരു മിക്സിന്റെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർസ്കോച്ചിന്റെ മിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അതൊരു 2-3 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യമായിട്ട് ഒന്നിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിന്റെ സെയിം മെത്തേഡ് തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഒരു സ്ക്യൂർ ഉണ്ടോന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പ് ആണ് ഇത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇനി സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിപ്പം ഒന്ന് പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 10-15 ബദാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറമേ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് ചളിങ്ങിയൊക്കെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തണുത്തിട്ട് മാത്രമേ ക്രഷ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇത് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് സിമ്മിലേക്ക് ഇട്ടിട്ട് ആ ചൂടിൽ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പം കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ പ്ലേറ്റിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കാരമൽ സോസ് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കാരമൽ സോസ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കേക്കിന് മധുരം അധികമായി പോകുന്നില്ല കേട്ടോ. ഇപ്പം പല പ്രാവശ്യമായിട്ട് പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നാം, പക്ഷെ കറക്റ്റ് മധുരം തന്നെയായിരിക്കും. ഇതിപ്പോൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരം ഇപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ ഒഴിച്ച ക്രീം കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തീ ഓഫാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സിമ്മിൽ വെച്ചൊന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും ആ കട്ടയൊക്കെ ഒന്ന് പൊക്കോളും. ഇതിപ്പം അത് മതി, മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം, ഒന്ന് തണുത്ത് തരട്ടെ. ഇതിപ്പോൾ നമ്മുടെ പ്രളയൻ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതിന് പ്രളയൻ നാട്ടോ പറയുന്നത്. നമുക്കൊരു കത്തി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടർ തേച്ചത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഇളകി വന്നോളൂ. ഇതിപ്പോൾ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ക്രഷ് ചെയ്യുന്നത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടം കേക്കിൽ ചെറിയ ചെറിയ തരികളായിട്ട് കടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നത്. നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ അമ്മ ഓൾറെഡി ബട്ടർസ്കോച്ച് കേക്ക് ബീറ്റർ ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. ഇതിപ്പം ക്രീം നല്ല വിപ്പായി വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മുടെ നേരത്തെ കാരമൽ സോസ് ഇല്ലേ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ കാരമൽ സോസ് ഒഴിച്ചിട്ടുള്ള ക്രീം കഴിക്കാനായിട്ട്. അത് നമുക്കൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. സോസ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിൽ ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് 2-3 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ക്രീമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിന്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് കമത്തി വെച്ച് തട്ടി കൊടുക്കാം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് 3 ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എല്ലാം ഓരോ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് മിൽക്കിന്റെ മിക്സ് കൊണ്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ട്രസ്ലെച്ചസ് കേക്ക് ഒക്കെ ചെയ്യില്ല അതുപോലെ. ഇതിപ്പോൾ ഫില്ലിങ്ങും കാരമൽ സോസും ഒക്കെ ഉള്ളതുകൊണ്ട് കേക്ക് ഓൾറെഡി തന്നെ നല്ല റിച്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഷുഗർ സിറപ്പിന്റെ 3/4 ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്കിന്റെ ബോർഡ് വെച്ച് അതിൽ കുറച്ച് ക്രീം ആക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം, സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആക്കി കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത പ്രലൈൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച കാരമൽ സോസ് ഇല്ലേ അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. പൈപ്പിംഗ് ബാഗ് മുറിച്ചിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പ്രലൈൻ്റെ മുകളിലോട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ കാരമൽ സോസും കൂടെ കിട്ടുമ്പോൾ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്, ക്രീം ആക്കി കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് പ്രലൈൻ ഇട്ട് കൊടുക്കാം. പ്രലൈൻ ആക്കിയിട്ടുണ്ട്. പ്രലൈൻ്റെ മുകളിൽ കൂടെ നമുക്ക് സോസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ അങ്ങ് വയ്ക്കുകയാണേ. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ക്രീം ആക്കിയിട്ടുണ്ട്. സൈഡിലുള്ള ക്രീം ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് അവിടെ തന്നെ അങ്ങ് പറ്റിച്ച് വെച്ച് കൊടുക്കുകയാണേ. ഞാൻ ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ഡ്രോപ്പ് ലെമൺ യെല്ലോയും 1 ഡ്രോപ്പ് ഓറഞ്ച് കളറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഏറ്റവും താഴെ നിന്ന് 2 ലെയർ മാത്രം ഈ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് സാധാരണ നമ്മുടെ കളർ ചേർക്കാത്ത ക്രീം തേച്ച് കൊടുക്കുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം എവിടെയെങ്കിലും കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതേപോലെ തന്നെ ഒന്നുകൂടെ സ്ക്രേപ്പ് ചെയ്യാം. നമുക്ക് ടോപ്പ് പോർഷൻ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ ടോപ്പ് പോർഷൻ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഒന്ന് ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാരമൽ സോസ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടിപ്പ് നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ തിക്കായിരുന്നു. ഇനി നമുക്ക് ആ ലൈനിൽ കൂടെ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ 3 റൗണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. കൈ ഇങ്ങനെ ഒരുപാട് നീക്കണ്ട, നമ്മൾ ടേൺ ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച പ്രലൈൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് കുറച്ച് വലിയ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് ആ സെയിം കാരമൽ സോസ് കൊണ്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിഭാഗത്ത് ആ ഒരു കളർ വന്നപ്പോഴത്തേക്കും. ഇനി ഞാനൊരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല സിമ്പിൾ ലുക്കുള്ള നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്ത കേക്കാണ്. തണുത്ത കേക്ക് കഴിക്കാനല്ലേ ടേസ്റ്റ്. നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയി വന്നതാണ്. അപ്പോൾ അതിന് ശേഷം അമ്മയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അമ്മ കേക്ക് ഉണ്ടാക്കാൻ വരാത്തത്. കഴിക്കട്ടെ കഴിക്കട്ടെ. ആ പ്രളയനൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതി വിടും എനിക്കറിയാം. കേട്ടോ നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റിലൊരു കേക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം.
അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ ചിക്കു ഉണ്ടാക്കിയത്. അപ്പം അതിന്റെ ഒരു പീസ് മാത്രമേ ഞങ്ങൾ ഇപ്പോൾ എടുത്തുള്ളൂ. അപ്പൊ രാത്രിയായി, ഇപ്പം അടുത്ത വീട്ടിലൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നാളെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. പിറ്റേ ദിവസം അടുക്കളയിൽ അമ്മേന്നുള്ള വിളിയായിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാലിന്റെ മേലെ കേക്കുമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ചിക്കുവിനെയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട പോലെ ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് ചിരി വന്നു. ചിക്കുവിന്റെ ഭാവവും കൂടെ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് കേക്കിന്റെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അവളെ മുഖഭാവം കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ തിരിച്ചാൽ അതുപോലെയായിരുന്നു ആ ഭാവം. അത് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്ത് പുറത്ത് വെച്ചെടുത്ത് നിന്ന് നേരെ താഴോട്ട് വീണത്. താഴോട്ട് വീണത് നേരെ കാലിന്റെ മുകളിലായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾ നിലത്ത് മുട്ടിയ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ച് ബാക്കി ഞങ്ങൾ തന്നെ കഴിച്ചു. കളയാൻ തോന്നിയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് താഴെ വീഴാതെ സൂക്ഷിക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.